ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെ ഓ ബൈ ഹോസി അല്ലേ, ദിയാകൃഷ്ണയുടെ ഡിസൈൻ ജ്വല്ലറി ഷോപ്പിലുണ്ടായ QR കോഡ് തട്ടിപ്പ്, അതിൻ്റെ വാർത്തകളൊക്കെ എല്ലാവരും കേട്ട് കാണും അല്ലേ. ഇന്നലെയൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും കംപ്ലീറ്റ് വാർത്താ ചാനലുകളിലെ മെയിൻ വാർത്ത അതായിരുന്നു. 69 ലക്ഷമാണ് കണക്ക് പ്രകാരം ഏകദേശം പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പ്രകാരം അതായത് 69 ലക്ഷത്തിന് മുകളിൽ QR കോഡ് വഴി അവരടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. അത് 3 പെണ്ണുങ്ങളിലെ 3 പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ധൈര്യത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നണത് ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റൽ, വീട്, റെസ്റ്റ്, ഈ ഒരു സംഭവം ആയതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഒരു സംഗതി എനിക്ക് അതിൽ അത്ര കണ്ട് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ ഇത്രയും മാസങ്ങൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുമോ കടയ്ക്ക്? ഇതിൽ അത്രയും വിശ്വാസമായിരുന്ന ഇപ്പോൾ ദിയാകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വേണ്ട, ദിയാകൃഷ്ണ ഇപ്പോൾ അത്രയും വിശ്വാസമായിരുന്നു അവരോട് എന്നാണ് വിചാരിക്കുക. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ബാക്കി ആളുകളില്ലേ, ഫാമിലി മെമ്പേഴ്സ്, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ ഇവർക്കും ഇവരെ മുഴുവനായിട്ട് വിശ്വാസമായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് വയ്യ, ഹെൽത്ത് ഇഷ്യൂസാണ്, റെസ്റ്റ് വേണം, അതുകൊണ്ട് കടയിലേക്ക് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയെന്ന് വിചാരിക്കുക. അങ്ങനെ തന്നെ എടുക്കും. ഇപ്പോൾ ഒരു ഫോൺ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ ഫോണിൽ സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് വിചാരിക്കാം, പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വിചാരിക്കാം. വീട്ടുകാരെ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് വിളിച്ച് ചോദിക്കൂലേ, അതായത് ഇന്ന് എത്ര രൂപയുടെ ബിസിനസ് അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ദിവസത്തെ ബിസിനസ്സിൻ്റെ സംഗതി എങ്ങനെയാണ്, എത്ര രൂപയാണോ ചോദിക്കൂലേ? ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, നടക്കൂലേ? ഇനിയിപ്പോൾ അവർ അത്രയും റിച്ച് ടീംസാണ്, അവർക്ക് ഇതൊന്നും അങ്ങനെ വലിയ വിഷയമായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ, അവളുടെ ഒരു ഫ്രീഡം വെച്ചിട്ട് അവൾ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയാണ് ദിയ, അതുകൊണ്ട് അവളുടേതായ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും, നമ്മൾ ഇടപെടണ്ടെന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ന്യൂ ജനറേഷൻ ഫാമിലിയോ അല്ലെങ്കിൽ അത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ടീംസാണെന്ന് വിചാരിക്കാം. അതായത് അനാവശ്യമായിട്ട് മകളുടെ കാര്യത്തിൽ ഇടപെടണ്ട, മകൾ ഒരു സെപ്പറേറ്റ് വ്യക്തിയാണ് എന്ന് വിചാരിച്ചുള്ള ഒരു ഫാമിലി ആണ് വിചാരിക്കാം. ശരി, സമ്മതിച്ചു അല്ല, അങ്ങനെ തന്നെ വിചാരിക്കാം. ഈ 69 ലക്ഷം ഇത്രയും വലിയ എമൗണ്ട്, 69 ലക്ഷം ഇപ്പോൾ തട്ടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഈ 69 ലക്ഷം എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം കണക്കാണ് 69 ലക്ഷം പറഞ്ഞത്. അപ്പോൾ ഇതല്ലാണ്ട് എത്ര ഉണ്ടായിരിക്കും? ഒരു 1 കോടി രൂപ മുകളിൽ ഏകദേശം പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ 1 കോടി രൂപ മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയെ ഇവർ ഇത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇതിൽ പലരും പറഞ്ഞു ചെറിയൊരു കമ്പനിയായിട്ടാണ് തുടങ്ങിയത്, പക്ഷെ അത് വളർന്ന് വലിയൊരു ലെവലിലായി എന്ന് കൃഷ്ണകുമാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ലെവലിലായെന്ന് ഇവർക്ക് അറിയാം, നല്ല ടേൺ ഓവറുള്ളൊരു സംഗതിയായിരുന്നു, എന്നിട്ട് ഇവർ തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത്. എനിക്കത് നിലതൊടാതെ വിഴുങ്ങാൻ പ്രശ്നമാണ്. അത് ദിയാകൃഷ്ണയുടെ കൂടെ തന്നെയാണ്, അതായത് അവർ മുഴുവനായിട്ട് വിശ്വസിച്ചു സംഗതി. പക്ഷെ ഒരു മിനിമം ഒരു കാര്യബോധം വേണ്ടേ? ഇത്രയും വലിയ എമൗണ്ടല്ലേ വരണത്. പിന്നെ അതുമല്ല, അതിൻ്റെ വേറൊരു സംഗതി, ഇപ്പോൾ അവർക്കൊരു ചിലർ പറഞ്ഞു 7000 രൂപയ്ക്കാണ് അവിടെയുള്ള ആളുകൾ അവിടെ പണിക്ക് ചെയ്തായിരുന്ന 3 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞല്ലേ. വേറെ ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു 15000 രൂപയ്ക്കാണ്, അതിൽ 5000 രൂപ 6000 ഒക്കെ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും, നല്ല ബിസിനസ് ഡീലിങ്സൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അവർ ആ സംഗതി പറഞ്ഞു QR കോഡ് ദിയ പറഞ്ഞിട്ടാണ് അവർ ആ QR കോഡ് അത് മാറ്റി വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുമല്ല, അവർ ജാതി കാർഡ് വെച്ചിട്ട് ഒരു കളിയൊക്കെ കളിക്കുന്നത് കണ്ട, ജാതി കാർഡ് ഇറക്കുക, അതേപോലെ ഡ്രസ്സിൽ പിടിച്ചു പീഡനശ്രമം എന്നുള്ള ലെവലിലൊക്കെ സംഗതി പറ്റി. അതൊരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഈ കൗണ്ടർ കേസിനാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയം, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച അറസ്റ്റ് ചെയ്യും, ശനി ഞായറും ഉള്ളിൽ കിടക്കേണ്ടി വരും, പിന്നെ തിങ്കളാഴ്ചയാണ് ബാക്കി ലീഗൽ കാര്യങ്ങളെക്കുറിച്ചുള്ള, അപ്പോൾ ഈ 2 ദിവസം പൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്, ആരോ പിന്നിലുണ്ടെന്ന്. പക്ഷേ ശനി ഞായറും അറസ്റ്റ് നടന്നില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ കേട്ടോ ചെകുത്താൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഇന്നലെ രാത്രി എന്തോ അപ്ലോഡ് ചെയ്താൽ മൂപ്പര്. അതിൽ ചെകുത്താൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പൊളിറ്റിക്കലായ രീതിയിലാണ് പറയുന്നത്. മൂപ്പര് സംഖ്യയാണ്, ചാണകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് പൊളിറ്റിക്കലി അത് ഇതുണ്ടായിരിക്കും. അതേപോലെ
ഇവരെ അതായത് ആ 3 പെണ്ണുങ്ങളെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് അവരെ ഘരാവോ ചെയ്യുന്ന പോലെ അവരടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു, അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്, പക്ഷേ ഘരാവോ ചെയ്യണ പോലെ ഇത് ചെയ്യുന്നത്. ഇവരെന്തിനാണ് ഇങ്ങനൊരു വഴിക്ക് പോയത്? ഡയറക്റ്റ് പോലീസിനോട് പറയല്ലേ ചെയ്യാം എന്നൊരു സംഗതി. ഡയറക്റ്റ് പോലീസിനോട് കേസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യല്ലേ ചെയ്യുക എന്നൊക്കെ, കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യല്ലേ ചെയ്യാന്ന്. എന്നിട്ട് അത് വീഡിയോ എടുത്ത് തരണം. അപ്പോൾ ഒരു തരം ആഡംബിത്തരാണെന്നോ അല്ലെങ്കിൽ ഒരു രാജാവ് എന്നുള്ള രീതിയിൽ, ന്യൂജൻ രാജാവ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെകുത്താൻ്റെ ഒരു വീഡിയോ, അങ്ങനെ ഒരു സംഗതിയാണത്. അത് ചെകുത്താൻ്റെ വീഡിയോ പോയി കാണുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഗതി, മൂപ്പരുടെ ഒരു വേർഷൻ എന്താണെന്നും, ചെകുത്താൻ്റെ വേർഷൻ. അപ്പോൾ ഇതിലെ വേറൊരു സംഗതി, ഇപ്പോൾ അവർ കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രസ്സിൽ കയറി പിടിച്ചു, അതൊരു പീഡന ശ്രമമായിട്ടോ മറ്റുള്ളവർ. അതേപോലെ മറ്റേ സംഗതി എന്താ പറയുക, ജാതി കാർഡ് ഇറക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ചർച്ച ചെയ്യുള്ളൂ. ഈ ജാതി കാർഡ് ഇറക്കുക എന്നുള്ളതാണ്. പലരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 8ൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ജാതീയമായി അധിക്ഷേപിച്ചു അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള സാധനമില്ല. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ജാമ്യമില്ലാത്ത രീതിയിലുള്ള കേസായിട്ട് ഈ സാധനം മാറും അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് എന്ത് വിശ്വസിച്ചിട്ടാണ് ആളുകളെ ജോലിക്കെടുക്കുക? ഈ ചെറിയ എൻ്റർപ്രണേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിക്കുക. ഇവർക്ക് ഹോൾഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ 8ൻ്റെ പണി കിട്ടും അല്ലേ, 8ൻ്റെ പണി കിട്ടും. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞ് 5 ലക്ഷം വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇവർ കൊണ്ടു കൊടുത്തത് 8,82,000 72,000 9 ലക്ഷത്തിനടുത്തില്ലേ. അപ്പോൾ ഇവിടെ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. അതെന്തത് ഇങ്ങനെ ഒരു സംഗതി? ഇതിൻ്റെ അതായത് 5 ലക്ഷം ഇവർ ഓഫർ ചെയ്തു എന്ന് പറയുന്നു, വേണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ നാറ്റിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്നു അല്ലേ. കാരണം ഇവരൊക്കെ വ്ളോഗേഴ്സാണല്ലോ, ആ ഫാമിലിയിലെ എല്ലാവരും വ്ളോഗർമാരാണ്. എന്നിട്ട് ഇവർ 8 ലക്ഷം കൊണ്ടുപോയിട്ട്, അപ്പോൾ 8 ലക്ഷം സാധാരണക്കാർക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ 8 ലക്ഷം ഇവർ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് വിചാരിക്കുക. അതെന്തിനാണ് കൊണ്ടേ കൊടുക്കുന്നത്? ഇവർ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്ത പോരെ. ഇനിയിപ്പോൾ ഇവർ പേടിച്ചിട്ടാണ് കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ. ഈ 5 ലക്ഷം ഫ്രീ എന്ന് പറഞ്ഞിട്ട് പിന്നെ 8 ലക്ഷം കൊണ്ടു കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇപ്പോൾ പഠിച്ച കള്ളികളാണ് ഈ 3 എണ്ണം അല്ലേ. മൊത്തത്തിൽ ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. എൻ്റെ സംശയം ഇതാണ്, ഇത്രയും മാസം തിരിഞ്ഞു നോക്കിയില്ല 69 ലക്ഷത്തിൻ്റെ ഇത് എന്നൊക്കെ പറയുമ്പോൾ, ഈ 69 ലക്ഷം എന്ന് പറഞ്ഞ് തള്ളിയതായിരിക്കുമോ? അതോ അത്രയും ഗ്രാവിറ്റിയിലുള്ള ഒരു സംഗതി തന്നെയാണ് വിചാരിക്കുക. ഇത്രയും മാസം തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ അത്രയും ക്ലോസ് ആയിരിക്കുമോ പണിക്കാരായിട്ട്? അല്ല, അങ്ങനെ ആയിരിക്കുമല്ലേ. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ കാര്യങ്ങൾ. അവർ അത്രയും പേഴ്സണലായ ഒരു ആൾക്കാരായിട്ട് ഈ 3 പേരും കരുതിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇവരെന്തോ നേരെ പണിയെടുക്കണില്ല, കൊടുക്കുന്ന കസ്റ്റമർ സർവീസ് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞിരുന്നു എന്നൊക്കെ, അങ്ങനെയുള്ള കുറച്ച് സംഗതികളൊക്കെ. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു റിവെഞ്ച് ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും വേറൊരു കാര്യം വെച്ചാൽ ഇത്രയും ഫണ്ട് വീട്ടിലേക്ക്, ഈ 3 പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാർക്കൊരു ഇതുണ്ടായിരിക്കില്ലേ. ഈ പറയുന്ന 69 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ 69 ലക്ഷമൊക്കെ ഒരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഇവർ 3 പേര് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ എത്ര? 23 ലക്ഷം ഓരോരുത്തർ. അപ്പോൾ ഇത് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാർക്ക് ഒരു പേടി ഉണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ വീട്ടുകാർ ഇതിന് കൂട്ടി നിൽക്കുക. അപ്പോൾ ഇത് ആരതിൻ്റെ ശരിക്കുള്ള ഈ ബ്രെയിൻ ആരാ? മാസ്റ്റർ ബ്രെയിൻ? എനിക്ക് തോന്നില്ല കേട്ടോ ഇവർ ഇത്രയും, അതായത് അത്ര ധൈര്യമുള്ളവരോ അവരെ ന്യായീകരിക്കല്ല, അവരെ വൈറ്റ് വാഷ് ചെയ്യല്ല, എന്നാലും ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാവില്ലേ. അതായത് ആൾ പ്രഗ്നൻ്റാണ്, ആളിപ്പോൾ തിരിഞ്ഞു നോക്കണില്ല, നമ്മളെ ഭയങ്കര വിശ്വാസമാണ്, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫാമിലി എല്ലാവരെയും സപ്പോർട്ട് അവരൊക്കെ കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇതൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ലേ. അപ്പോൾ ഇതിലേത് നാട്ടുകാരി അടുത്ത വീട്ടിലെ 30 പറഞ്ഞത്ര ഇവരും ഗോൾഡ് പണയം വെച്ചിട്ട് ആ സാധനം തിരിച്ചെടുത്തു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പൈസ കൊണ്ട് എടുത്തതായിരിക്കും പറയും. ഇതേ ഗോൾഡ് വെച്ചിട്ടാണ് 8,82,000 രൂപ എന്താ അവിടെ കൊണ്ടുപോയി കൊടുത്തത്. 3-4 മണിക്കൂറിനുള്ളിൽ ഒപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. എന്താലേ ഇത് പഠിച്ച കള്ളികൾ. ഈ ഇവരിങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന വ്ളോഗേഴ്സ് ആയതുകൊണ്ട് അവർക്ക് കാര്യമൊക്കെ പൊതുസമൂഹത്തിലേക്ക് പെട്ടെന്ന് കൺവിൻസിങ് ആയിട്ട് വെച്ചു കൊടുക്കാൻ സാധിച്ചു അല്ലേ, വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതി
അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നുള്ള അവസ്ഥ എന്തൊക്കെ സാധാരണക്കാരെ ഉള്ളിൽ കിടക്കുക തന്നെ. വേറെ ഇപ്പോൾ ഒന്നും ഇതിൽ പറയില്ല. ജാതീയമായി അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം ആലോചിക്കുക. അവിടെ അവർ അത് ഫോൺ കയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഫോണും അടിയിലും വെച്ചിട്ടാണ് അവർ ഇരിക്കണത് പെണ്ണുങ്ങൾ. അതേപോലെ തന്നെ അവർ കിണ്ണം കട്ട കള്ളൻ എന്നുള്ള രീതിയിൽ ഫുള്ള്. അതുമല്ല, അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹാന അവരത്ത് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ ചോദിക്കണതിൻ്റെ ഇതൊക്കെ. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ഒരാളെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവർ വിശ്വസിക്കാനുള്ള ഒരു കാരണം എന്താണ്? പിന്നെ പലരും പറഞ്ഞിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ദിയ കൃഷ്ണ കളിച്ചൊരു കളിയായിരിക്കും ചിലപ്പോൾ ഇത്. അതായത് QR കോഡ് മാറ്റിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, പണിക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ ഇത്രയും ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും അങ്ങോട്ട് വരാത്തതുകൊണ്ടും ഒക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവളെ മൂഞ്ചിച്ചു ആ കാശ് അവരടിച്ചു മാറ്റി. അപ്പോൾ എന്തായാലും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അപ്പോൾ കംപ്ലയിൻറ്റ് വരില്ല എന്ന് വിചാരിച്ചു എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സംഗതി ആയിരിക്കാം എന്നാണ് പലരും പറയുന്നത്. അതൊരു പൊളിറ്റിക്കലായ ഒരു ഫിഗറും കൂടി ആയതുകൊണ്ട് കൃഷ്ണകുമാർ. അപ്പോൾ എന്തായാലും വലിയ സീനൊന്നും വരില്ല എന്ന് വിചാരിച്ച്, അതായത് നാറുമല്ലോ ഇത് പബ്ലിക്കായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ്, ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടി എന്നുള്ള രീതിയിലൊക്കെ സംഗതി മാറുമല്ലോ വിചാരിച്ചിട്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗൈസ്, സത്യാവസ്ഥ എന്താ, എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ട് വഴി അറിയാം. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങൾക്കെതിരെ 3 പെണ്ണുങ്ങൾക്ക് കള്ളികളാണ്, വിശ്വസിക്കാൻ പറ്റില്ല, ആ കണ്ണടക്കാരിയാണ് ഇതിലെ മെയിൻ പുള്ളി, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ജാതി കാർഡ് ഇറക്കണോ അങ്ങനെ എങ്ങനെയാണ് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറയുന്നതൊക്കെ. ഞാൻ എൻ്റെ ഒരു സംശയം നോക്കട്ടെ, ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല എന്നതിനെ ഉറപ്പിക്കാൻ പറ്റും? അല്ല, ചുമ്മാ ഒരു സംശയമാണ്. ജാതീയമായിട്ട് അധിക്ഷേപിക്കാൻ പറ്റില്ല എന്നെങ്ങനെ, ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? അത് ഇനിയിപ്പോൾ അഥവാ ജാതീയമായി അധിക്ഷേപിച്ചിട്ടുണ്ട് തന്നെ വിചാരിക്കുക, അതിവിടെ വില പോവില്ല, ആളുകൾ അത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത് എന്താ പറയുക, ജാതീയമായിട്ട് ഇപ്പോൾ വേടൻ്റെ കാര്യത്തിലൊക്കെ അല്ലേ, വേടനിൽ വലിച്ചഴിക്കല്ല കേട്ടോ, വേടൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞില്ലേ ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയാണ്, അങ്ങനെ ഒരു ജാതീയത ഇവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ സംഗതികളൊക്കെ. പക്ഷേ ഇവിടെ വന്ന അവസ്ഥയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കണമില്ല, ജാതീയമായിട്ടൊന്നും അധിക്ഷേപിക്കില്ല, അത് അവരെ തരം താഴ്ത്താൻ വേണ്ടി നിങ്ങൾ പറഞ്ഞായിരിക്കും എന്നൊക്കെ. അതാണ് വ്യക്തികൾക്കനുസരിച്ച് ഈ സംഗതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും തോന്നുന്നത്. എന്തായാലും ഇവരുടെ അപ്പോൾ ഇഷാനി കൃഷ്ണ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊച്ചിക്ക് പോകണത്, എന്താ കൊച്ചിക്കല്ലേ പോകണത്, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളായിക്കോട്ടെ. അതുപോലെ സിന്ധു കൃഷ്ണകുമാർ, ഇവരുടെ അമ്മല്ലേ സിന്ധു കൃഷ്ണകുമാറിൻ്റെ വീഡിയോൻ്റെ താഴെ ആയിക്കോട്ടെ. അതേപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വ്ളോഗ്സിൻ്റെ താഴെയൊക്കെ വന്നിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് വിത്ത് ദിയ, അവർ പെരുങ്കള്ളികളാണ് എന്നൊക്കെയുള്ള ഒരു സംഗതി. എനിക്ക് തോന്നുന്നത് ഇതിൽ ഇമോഷണലായിട്ടുള്ളൊരു സംഗതി കൂടി കടന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ പെൺകുട്ടി, സ്നേഹസമ്പന്നയായ പെൺകുട്ടി, അതുകൊണ്ട് അവൾ നുണ പറയൂല എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ് വിചാരിക്കും. അങ്ങനെയാവട്ടെ. ഇവിടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്കിതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഇതാണ്. ആരെങ്കിലും എൻ്റർപ്രനേഴ്സ്, ചെറിയ എൻ്റർപ്രനേഴ്സ് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തൊന്ന് മോണിറ്റർ ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, CCTV ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഡെയിലി വരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് അവിടെ ഏർപ്പാടാക്കുക, അല്ലെങ്കിൽ CCTV പരിശോധിക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കണതിനെക്കുറിച്ച് അറിയാനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതല്ല, ഇതിലും വലിയ പണികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഈ കാശ് നഷ്ടപ്പെടുക മാത്രമല്ല, വേറെ പലതായിരിക്കും. അവിടെ വേറെ പല പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവർ ഇത്രയും റിച്ചായ ടീംസ് ആണെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ഇതൊന്നും വലിയ എമൗണ്ടായി തോന്നൂലായിരിക്കാം എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങളിലൊന്ന്. അതിൽ പറയുന്നുണ്ടല്ലോ, ഇനി പെൺകുട്ടികളല്ലേ 8 ലക്ഷം എനിക്ക് കിട്ടിയല്ലോ, ബാക്കി പോട്ടെ എന്ന് വിചാരിച്ചു, കംപ്ലയിൻറ്റ് കൊടുക്കൂല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതായത് ഇവർക്ക് വലിയ ആസ്തിയുണ്ട്, അപ്പോൾ അവർക്ക് ഇത് അത്ര വലിയ എമൗണ്ടായിട്ട് തോന്നുന്നില്ലായിരിക്കും. സാധാരണക്കാർക്ക് അങ്ങനെയല്ല. സാധാരണക്കാരുടെ ഒരു ഇതെന്നാണ് ഇത്ര എമൗണ്ട് പോകണമെങ്കിൽ അവസ്ഥ എന്താ, 5000 രൂപ പോയാൽ തന്നെ ഇവർക്ക് വലിയ പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ, ഈ കാശ് പോയത് മാത്രമല്ല വേറെ പല രീതിയിൽ ഇപ്പോൾ പണി കിട്ടുമല്ലോ. പീഡന ശ്രമം, അല്ലെങ്കിൽ ഡ്രസ്സിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ഈ സാധനം പോണത്. ജാതീയമായിട്ട് അധിക്ഷേപിച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ സംഭവം വേറെ രീതിയിലാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ ജാതീയതയും അതേപോലെ തന്നെ ഡ്രസ്സിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ മറ്റോ പയ്യനല്ലേ, എന്തോ അവൻ്റെ പേരെന്താണ്, ദിയുടെ കെട്ടിയവൻ രാത്രി വിളിച്ചിട്ട് പൂവാലിനെ പോലെ പെരുമാറി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ രീതിയിലാണ് ഇത് സംഗതി പോണത്. അപ്പോൾ എന്തായാലും പഠിച്ച കള്ളികൾ തന്നെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക.
അതാണ് ഇതിലെ മെയിൻ പോയിൻ്റ്. എപ്പോഴാണ് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യം, നമ്മളിതിന് വളരെ അതിവൈകാരികമായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അതിവൈകാരികമായിട്ട് നമ്മൾ ആളുകളെ സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, എന്ന് കരുതി എല്ലാവരും സംശയത്തോടെ നോക്കി കാണണം എന്നല്ല പറയുന്നത്. വല്ലാണ്ട് വൈകാരികത വെച്ച് നമ്മൾ ആളുകളെ ഇയാളുടെ ഭാഗത്ത് തന്നെ ശരിയെന്ന് പറയുമ്പോൾ വിഷയം അങ്ങനെയാവണമെന്നില്ല. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കേസിനെടുത്ത് നോക്കി, ഉണ്ണിമുകുന്ദൻ തല്ലി എന്ന് പറയുന്നുണ്ട്, തല്ലിയിട്ടില്ല പറയുന്നുണ്ട്. അങ്ങനെ ഇത് ഏതാ സത്യാവസ്ഥ നമുക്കറിയാം. ഇതിങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ ഉണ്ണിമുകുന്ദനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഫെഫ്കയുടെ മറ്റേ മീറ്റിങ്ങില്ലേ, അതിന് ശേഷം ഉണ്ണിമുകുന്ദൻ തെറ്റ് എല്ലാം സമ്മതിച്ചു മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിപിൻ കുമാർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സംഗതി. അപ്പോൾ നമ്മൾ ഉണ്ണിമുകുന്ദനോട് ഇഷ്ടമുള്ള ആളുകൾ അതിവൈകാരികമായിട്ട് ഉണ്ണിമുകുന്ദൻ അങ്ങനെ ചെയ്യില്ല, ഉണ്ണിമുകുന്ദൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഇതായിരുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ആൾക്കാർ ഉണ്ണിമുകുന്ദൻ അത് ചെയ്യും, ഉണ്ണിമുകുന്ദൻ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉണ്ണിമുകുന്ദൻ ഹിസ്റ്ററി അങ്ങനെയാണ്, ഉണ്ണിമുകുന്ദൻ ആൾക്കാർ തല്ലും, അപ്പോൾ ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വേറെ വന്നിട്ട്. അപ്പോൾ ഇതാണ് ആളുകൾ വൈകാരികമായി ഇങ്ങനെ എനിക്ക് ഇയാൾ ഇഷ്ടമാണ് അതുകൊണ്ട് ഇയാൾ ചെയ്യണതൊക്കെ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്യൂല എന്ന് വിചാരിക്കുന്ന ടീംസ് ഉണ്ട്. ചില ആൾക്കാർ എനിക്ക് ഇയാൾ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇയാൾ പണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ട് മോശം, അതുകൊണ്ട് ഇയാളിത് ഇപ്പോൾ മോശം ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോടതി വിധിക്കണ പോലെ ചില ആളുകളുണ്ട് വിധിക്കണത്. നമ്മൾ തന്നെ കോടതി എന്നുള്ള ലെവലിലല്ലേ, എന്താ ചെയ്യുക. എന്തായാലും നമുക്ക് വഴി കാണാം ഗൈസ്, വേറെ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.